ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LD ടൈപ്പിസ്റ്റ് പരീക്ഷയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മെയിൽ മെർജിങ് എന്ന് പറയുന്നത്. സിലബസിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ് മെയിൽ മെർജിങ് എന്ന് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ മെയിൽ മെർജിങ് എന്താണ്, മെയിൽ മെർജിങ്ങിനകത്തുള്ള കമ്പോണൻസ് എന്താണ്, മെയിൽ മെർജിങ് നടത്തുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് LD ടൈപ്പിസ്റ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം ഈ ഓരോ സ്റ്റെപ്പിനകത്ത് വിവിധ ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിനെ ഹൈലൈറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വൺ വേർഡ് ടൈപ്പിലുള്ള ചോദ്യങ്ങളായിരിക്കും. സോ നമ്മൾ നന്നായിട്ട് ഫെമിലിയർ ആയിരിക്കണം കേട്ടോ. ഒരു പ്രാക്ടിക്കൽ നോളജ് ഉള്ളതുപോലെ തന്നെ ഈ മെയിൽ മെർജിങ് പോലുള്ള കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് പരിചയമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പുതിയ ട്രെൻഡ് അനുസരിച്ച് വരുന്ന പരീക്ഷകൾ, അതായത് ഈ അടുത്തിടെ PSC നടത്തിയ രീതിയിലുള്ള പരീക്ഷകൾ നമുക്ക് അറ്റൻഡ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ചിലർക്ക് എന്താ ഒരു പർട്ടിക്കുലർ ഓപ്ഷൻ ഒരുപാട് ക്ലിക്ക് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് പല ഓപ്ഷൻസും തിരിഞ്ഞു പോകും. പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അജ്ഞത തോന്നിയേക്കാം കേട്ടോ. അത് ഒഴിവാക്കുവാനായിട്ടാണ് ഇന്ന് മെയിൽ മെർജിങ് ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മെയിൽ മെർജിങ് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാം. LD ടൈപ്പിസ്റ്റ് ഉദ്യോഗാർത്ഥികളായ നിങ്ങൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ മെയിൽ മെർജിങ് എന്താണ് എന്നുള്ളത് ഏകദേശം ആൾക്കാർക്ക് അറിയാമായിരിക്കും. അപ്പോൾ മെയിൽ മെർജിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. മെയിൽ മെർജ് ഇൻ MS Word is a powerful tool that allows you to create personalized documents quickly and efficiently. നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിലെ വളരെ പവർഫുൾ ആയിട്ടുള്ളതും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും വളരെ ഉപയോഗപ്രദവുമായിട്ടുള്ള ഒരു ടൂളാണ് മെയിൽ മെർജിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ മെയിൽ മെർജിങ് ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ സിംപ്ലിഫൈ ചെയ്യുന്ന ടാസ്ക് എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. Whether you are sending out invitations, newsletters or customized letters using mail merge in Word can save you hours of manual work by automating the process of creating multiple documents with unique data. വേറൊന്നുമല്ല, ഇപ്പം നമുക്കറിയാം ഇൻവിറ്റേഷൻ ലെറ്റർ അല്ലെങ്കിൽ ബ്രോഷേഴ്സ്, ന്യൂസ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കത്തുകൾ ഒരു കൂട്ടം ആൾക്കാർക്ക് നമുക്ക് അയക്കണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്കൂൾ പ്രിൻസിപ്പാൾ, ആ സ്കൂൾ പ്രിൻസിപ്പാൾ എന്ത് ചെയ്യുകയാണ്, ആ സ്കൂളിലുള്ള എല്ലാ ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കായി ഒരു PTA മീറ്റിംഗ് നടത്തുകയാണ്. അപ്പോൾ ആ PTA മീറ്റിംഗ് നടത്തുവാൻ വേണ്ടിയിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ ഓരോ വിദ്യാർത്ഥികളുടെയും അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രിൻസിപ്പാൾ എന്താണ് ചെയ്യുന്നത്, കണ്ടന്റ് സെയിം ആണ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലാണ് PTA മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പാൾ എന്ത് ചെയ്യും, ആ സ്കൂളിലുള്ള 1000 കുട്ടികളുണ്ടെങ്കിൽ ആ 1000 കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു സെയിം കണ്ടന്റ്, ഒരു ഒറ്റ ലെറ്റർ തയ്യാറാക്കും. ആ ഒരു ഒറ്റ ലെറ്റർ തയ്യാറാക്കിയതിന് ശേഷം ഈ 1000 കുട്ടികളിൽ ഓരോ കുട്ടികളുടെയും അഡ്രസ്സ് വ്യത്യസ്തമായിരിക്കുമല്ലോ. ഈ ഓരോ കുട്ടികളുടെയും അഡ്രസ്സിലേക്ക് വ്യത്യസ്ത ലെറ്റേഴ്സ് എന്ത് ചെയ്യും, ഒറ്റ ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിനെയാണ് മെയിൽ മെർജിങ് എന്ന് പറയുന്നത് കേട്ടോ. 1000 കുട്ടികളുണ്ട്, ഓരോ കുട്ടിക്കും വേണ്ടി പ്രത്യേകം കുത്തിയിരുന്ന അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് പ്രത്യേകം ലെറ്റർ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. കണ്ടന്റ് സെയിം ആണ്. ഒരൊറ്റ ലെറ്റർ ഉണ്ടാക്കിയതിനു ശേഷം എന്ത് ചെയ്യും, ഈ 1000 കുട്ടികളുടെയും അഡ്രസ്സ് എന്ത് ചെയ്താൽ മതി, ആ അഡ്രസ്സ് കിടക്കുന്ന ഡേറ്റാബേസ് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ 1000 കുട്ടികൾക്കും പ്രത്യേകം ഈ സെയിം കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ 1000 കുട്ടികളുടെയും വ്യത്യസ്ത അഡ്രസ്സ് വെച്ചുകൊണ്ടുള്ള ഈ സെയിം ലെറ്റർ തന്നെ എന്ത് ചെയ്യും, പ്രിൻ്റായി വരും. ഇതിനെയാണ് മെയിൽ മെർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മെയിൽ മെർജിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന് ഒരു സിംഗിൾ ലെറ്റേഴ്സ്, മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത അഡ്രസ്സിലേക്ക് ആ ഒരു സെയിം ലെറ്ററിനെ പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനെ മെയിൽ മെർജിങ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Whether you are sending out invitations, newsletters or customized letters using mail merge in Word can save you hours of manual work. അതായത് നമുക്ക് മാനുവലി കുത്തിയിരുന്ന് ഓരോരുത്തരുടെയും അഡ്രസ്സ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ലെറ്ററിലും കൊടുക്കുന്നതിന് പകരം ഒരു ഒറ്റ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് മൾട്ടിപ്പിൾ റെസിപ്പിയൻസിൻ്റെ അഡ്രസ്സിലേക്ക് അത് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് മണിക്കൂറുകളോളം എന്താണ് ലാഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക കേട്ടോ.
അപ്പോൾ ഇതാണ് മെയിൽ മെർജിങ്ങിൻ്റെ, അല്ലെങ്കിൽ എന്താണ് മെയിൽ മെർജിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ കഴിയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് കേട്ടോ. മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന് ഒരു സിംഗിൾ ലെറ്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെറ്റർ പ്രിന്റ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന് മൾട്ടിപ്പിൾ അഡ്രസ് ആയിരിക്കുമല്ലോ, ഓരോരുത്തരുടെയും അഡ്രസ്സിലേക്ക് പ്രത്യേകം ലെറ്റർ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെയിം കണ്ടന്റ് ഉപയോഗിച്ച് നമുക്ക് പ്രിന്റ് എടുക്കുവാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് മെയിൽ മെർജിങ് എന്ന് പറയാം. ദെൻ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. ഹൗ ടു മെയിൽ മെർജ് എങ്ങനെ ചെയ്യാം, ഇനിയാണ് നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. മെയിൽ മെർജിങ് എന്താണ് എന്നുള്ള കോമൺ ആയിട്ടുള്ള കാര്യം നിങ്ങൾ പഠിച്ചു. ഇനി എങ്ങനെ മെയിൽ മെർജിങ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് കടന്നു പോകേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, എവിടെയാണ് മെയിൽ മെർജിങ് ടൂളുകൾ കിടക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ മെയിൽ മെർജിങ്ങിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മെയിൽ മെർജിങ് ചെയ്യുവാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മെനു ബാർ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് റിബൺ കാണാൻ സാധിക്കും. റിബണിൽ അവിടെ ടാബുകൾ കാണാം, അല്ലെങ്കിൽ മെനൂസ് കാണാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മെയിലിങ്സ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. മെയിലിങ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നല്ലൊരു ചോദ്യമാണ്. മെയിൽ മെർജിങ് ടൂൾ അല്ലെങ്കിൽ മെയിൽ മെർജിങ് പ്രോസസ്സ് ചെയ്യുവാൻ വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് വേർഡിലെ ഏത് ടാബാണ് ആക്സസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പറയുക മെയിലിങ്സ് ടാബ് കേട്ടോ, മെയിലിങ്സ് ടാബ്. ദെൻ ഹൗ ടു മെയിൽ മെർജ് ഇൻ MS വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1 നോക്കിക്കോളൂ, ക്രിയേറ്റ് എ ന്യൂ അഡ്രസ് ലിസ്റ്റ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ മെയിൽ മെർജിങ്ങിന്റെ സീക്വൻസ് ചോദിക്കാം, ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള പ്രോസസ്സ് കൊടുത്തിട്ട് പറയും, കൃത്യമായിട്ടുള്ളവ എടുത്ത് എഴുതാൻ പറയും. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്രിയേറ്റ് എ ന്യൂ അഡ്രസ് ലിസ്റ്റ്. ആദ്യം ഒരു പുതിയ അഡ്രസ് ലിസ്റ്റ് ഉണ്ടാക്കുക. ആർക്കൊക്കെയാണോ ലെറ്റർ അയക്കേണ്ടത്, നമ്മുടെ ഒരു സെയിം കണ്ടന്റ് വെച്ചുള്ള ലെറ്റർ അയക്കേണ്ടത്, അത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു അഡ്രസ് ലിസ്റ്റ് എന്ത് ചെയ്യുക, തയ്യാറാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ഓപ്പൺ MS വേർഡ് ആൻഡ് നാവിഗേറ്റ് ടു ദ മെയിലിംഗ്സ് ടാബ്. ദെൻ ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പ്. Select the select recipients button and choose type new list. This will allow you to create a new address list for your mail merge. Okay, ഈ ഒരു പിക്ചർ വെച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ, മെയിലിംഗ്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഏരിയ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിബൺ എന്ന് പറയുന്നത് കേട്ടോ. RIBBON. വാട്ട് ഈസ് റിബൺ എന്ന് ചോദിച്ചാൽ പറയുക ഗ്രൂപ്പ് ഓഫ് മെനൂസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ടാബ്സ് ആർ കാൾഡ് എന്തെന്ന് പറയാം, നമുക്ക് റിബൺ എന്ന് പറയാം. ഈ റിബൺ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007 വെർഷൻ മുതലാണ് കേട്ടോ. 2007 വെർഷൻ മുതൽ. അതൊക്കെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മെയിലിംഗ്സ് ടാബിൽ പോവുക. ദെൻ ക്ലിക്ക് ഓൺ ദ സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പ്. ഈ കാണുന്നത് എന്താണ്, മെയിൽ മെർജ് ഗ്രൂപ്പാണ് കേട്ടോ. മെയിൽ മെർജ് ഗ്രൂപ്പാണ് ഇവിടെ കാണുന്നത്. ഈ മെയിലിംഗ്സിനകത്ത്, മെയിലിംഗ്സ് എന്ന് പറയുന്ന ടാബിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പാണ് സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൽ മെർജ് ഗ്രൂപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്രസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്രസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് റെസിപ്പിയൻസ് എന്ന് പറയുന്ന ടാബിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സെലക്ട് റെസിപ്പിയൻസ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിനകത്ത് ആദ്യത്തെ ഓപ്ഷനായ ടൈപ്പ് എ ന്യൂ ലിസ്റ്റിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടാബിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. This will allow you to create a new address list for your mail merge. അപ്പോൾ ഈ ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെല്ലാം റെസിപ്പിയൻസിൻ്റെ അഡ്രസ്സ് ആണോ നമുക്ക് മെയിൽ മെർജിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടത് അത് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ എന്ത് ചെയ്യും, ഓപ്പൺ ആയി വരും. അത് നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു മെയിൽ മെർജിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്, മെയിലിംഗ്സ് ടാബിൽ പോവുക. മെയിലിംഗ്സ് ടാബിനകത്ത് സ്റ്റാർട്ട് മെയിൽ മെർജ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇവിടെ സെലക്ട് റെസിപ്പിയൻസിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് റെസിപ്പിയൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിനകത്ത് ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റർ ഡാറ്റ ഇൻ ദ ന്യൂ അഡ്രസ് ലിസ്റ്റ് ഡയലോഗ് ബോക്സ്. അപ്പോൾ അതിനുശേഷം ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഒരു വിൻഡോ വരും. അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എ ഡയലോഗ് നെയ്മഡ് ന്യൂ അഡ്രസ് ലിസ്റ്റ് വിൽ അപ്പിയർ. ഇവിടെ നോക്കിക്കേ, ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരു വിൻഡോ വന്നിട്ടുണ്ട്. എൻ്റർ ദ ഡിസൈർഡ് ഡാറ്റ അണ്ടർ ദ ഗിവൻ ഹെഡിങ്സ്. ടു ആഡ് എ ന്യൂ റെക്കോർഡ് ക്ലിക്ക് ഓൺ ദ ന്യൂ എൻട്രി ബട്ടൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഡയലോഗ് ആൻഡ് ദെൻ ക്ലിക്ക് ഓക്കെ വെൻ യു ആർ ഡൺ.
അപ്പോൾ ന്യൂ അഡ്രസ് ലിസ്റ്റിന് താഴെയായിട്ട് നിങ്ങൾ നോക്കിക്കുക, ഇവിടെ കുറേ ഹെഡിങ്സ് കാണാൻ പറ്റും. ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം, അഡ്രസ് ലിസ്റ്റ്, അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2, ഫാക്സ്, ഫോൺ നമ്പർ, കൺട്രി, സ്റ്റേറ്റ്, ഇങ്ങനെ കുറേ ഹെഡിങ്സ് കാണും. അതായത് ഏതെല്ലാം റെസിപ്പിയൻസിനാണോ നമുക്ക് ഈ ഒരു മെയിൽ അയക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ അയക്കേണ്ടത്, ആ റെസിപ്പിയൻസിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ താഴെ കാണുന്ന ഈ എൻട്രീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇവിടെ നമുക്ക് പേര് മിസ്റ്ററോ അല്ലെങ്കിൽ ഡോക്ടറോ അത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ആയിട്ട് ഇനിഷ്യൽ കൊടുക്കാം, കമ്പനി നെയിം, അഡ്രസ്സ്, അങ്ങനെ ഒരു റെസിപ്പിയൻറ്റിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അയാളുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ അയാളുടെ അഡ്രസ്സ് മുഴുവൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ പുതിയ റെസിപ്പിയൻറ്റിൻ്റെയും അഡ്രസ്സ് ടൈപ്പ് ചെയ്യുവാനായിട്ട് ഇവിടെ ന്യൂ എൻട്രി എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ പുതിയ റോസ് എന്ത് ചെയ്യും, താഴെ ക്രിയേറ്റ് ആയി വരും കേട്ടോ. അങ്ങനെ എത്ര റെസിപ്പിയൻസിൻ്റെ അഡ്രസ്സസ് വേണമെങ്കിലും നമുക്ക് ആ ഒരു ന്യൂ എൻട്രി ബട്ടൺ ക്ലിക്ക് ചെയ്ത് താഴെ ആഡ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക, ഇതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് വരാം കേട്ടോ. ഒരു ന്യൂ അഡ്രസ് ലിസ്റ്റിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, കോളംസിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കോളംസിനെ കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ടൈറ്റിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ടൈറ്റിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ കമ്പനി നെയിം വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു കോളം ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ള പുതിയ കോളംസ് ആഡ് ചെയ്യാനായിട്ടും എന്ത് ചെയ്യും, സാധിക്കും കേട്ടോ. അപ്പോൾ ടൈറ്റിൽ, കമ്പനി നെയിം അല്ലെങ്കിൽ അഡ്രസ് ലൈൻ 2, നമുക്ക് ആവശ്യമില്ലാത്ത കോളംസിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്ത് കളയുവാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് കോളംസ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, നമുക്ക് ആവശ്യമില്ലാത്ത കോളംസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുവാനും അല്ലെങ്കിൽ ആവശ്യമുള്ള പുതിയ കോളംസ് ആഡ് ചെയ്യുവാനും ഒക്കെ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പറയുക, കസ്റ്റംസ് കോളംസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ എൻട്രീസ് ഈ ഒരു അഡ്രസ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ന്യൂ എൻട്രി എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ റോ വരും, അതിൻ്റെ താഴെ നമുക്ക് അടുത്ത റെസിപ്പിയൻറ്റിൻ്റെ ഓരോ റെസിപ്പിയൻസിൻ്റെയും പേര് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. മനസ്സിലാക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. പ്രിപ്പയർ ദ മാസ്റ്റർ ലെറ്റർ. അതിനുശേഷം നമ്മുടെ മാസ്റ്റർ ലെറ്റർ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു പ്രിപ്പയർ യുവർ മാസ്റ്റർ ലെറ്റർ ഫോർ യൂസ് ഇൻ ദ മെയിൽ മെർജ്. Before entering the letter text, link the Word document to your list of names. Create a blank Word document, then go to the Mailings tab, click the Start Mail Merge group and select Start Mail Merge Letters. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആക്ച്വൽ ലെറ്റർ തയ്യാറാക്കണം. നമ്മുടെ മെയിൻ കണ്ടന്റ് ഉണ്ടല്ലോ, ഈ ഓരോ റെസിപ്പിയൻസിനെയും കൊടുക്കുവാനുള്ള ആ ഒരു അറിയിപ്പടങ്ങുന്ന ആ ഒരു ലെറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ സ്റ്റാർട്ട് മെയിൽ മർജ് എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അവിടെ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ലെറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പർപ്പസ് എന്താണ്, നമ്മുടെ ലെറ്ററിനുള്ളിലെ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 4, ലിങ്ക് ദ മാസ്റ്റർ ലെറ്റർ ടു ദ എക്സിസ്റ്റിംഗ് ലിസ്റ്റ്. നമ്മൾ നേരത്തെ അഡ്രസ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. ആ അഡ്രസ് ലിസ്റ്റ് ഉണ്ടാക്കി അതിനകത്ത് ആവശ്യമായിട്ടുള്ള കസ്റ്റമൈസേഷനൊക്കെ നടത്തി ആവശ്യമായിട്ടുള്ള റെസിപ്പിയൻസിൻ്റെ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കും. ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസ് ഫയലായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലെ സി ഡ്രൈവിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ ആ ഒരു അഡ്രസ് ലിസ്റ്റ് എന്ത് ചെയ്യും, സേവ് ആയി കിടപ്പുണ്ടാവും. ഓക്കെ, ദെൻ ആ ഒരു അഡ്രസ് ലിസ്റ്റിനെ നമ്മുടെ മാസ്റ്റർ ലെറ്ററുമായിട്ട് എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. അതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്ലിക്ക് ദ മെയിലിംഗ്സ് ടാബ്, navigate to the start mail merge group and select the select recipients button, then choose the use existing list command to link your master letter to the existing address list. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ലെറ്ററിനെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അഡ്രസ് ലിസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യുവാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മെയിൽ മർജ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സെലക്ട് റെസിപ്പിയൻസ് എന്ന് പറയുന്ന ആ ഒരു ടാബ് ക്ലിക്ക് ചെയ്യുക. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിനകത്ത് യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു യൂസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡിഫോൾട്ടായിട്ട് തന്നെ ഈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ ഓപ്പണായി വരികയും നമ്മൾ നേരത്തെ ടൈപ്പ് എ ന്യൂ ലിസ്റ്റ് കൊടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന റെസിപ്പിയൻ ലിസ്റ്റിൻ്റെ ആ ഒരു ഫയൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്റ്റർ ലെറ്ററുമായിട്ട് ലിങ്ക് ചെയ്യുവാനായിട്ട് സാധിക്കും കേട്ടോ. നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റാബേസ് ഫയൽ മാത്രമല്ല, മൈക്രോസോഫ്റ്റ് എക്സലിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മാസ്റ്റർ ലെറ്ററുമായിട്ട് ലിങ്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഓർത്തുകൊള്ളുക കേട്ടോ, അതൊരു ചോദ്യമായിട്ട് തന്നെ വരാം. ഓക്കെ, സ്റ്റാർട്ട് ടൈപ്പിംഗ് ലെറ്റർ ആൻഡ് ഇൻസേർട്ട് മെർജ് ഫീൽഡ്സ്.
ദെൻ നമ്മൾ ഒരു മാസ്റ്റർ ലെറ്റർ ഉണ്ടാക്കിയല്ലോ. മാസ്റ്റർ ലെറ്റർ നമുക്ക് വേണമെങ്കിൽ ആ ലെറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് കണ്ടന്റ് ടൈപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അഡ്രസ് ലിസ്റ്റ് ലിങ്ക് ചെയ്തതിന് ശേഷവും അതിനകത്തുള്ള കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. Begin typing the letter content to add the name, address and other details for the people on the list. Go to the mailings tab and in the right hand insert fields group, click the insert merge field button. A drop down will appear showing all the table headings. Choose title, then press the space bar to create a space. എന്താണ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ലെറ്ററൊക്കെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അഡ്രസ് ലിസ്റ്റുമായിട്ട് എന്ത് ചെയ്തു, ആ ഒരു മാസ്റ്റർ ലെറ്ററിനെ ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ ആവശ്യം എന്താണ്, ആ ഒരു സെയിം കണ്ടന്റ് ഉള്ള ലെറ്ററിനെ മൾട്ടിപ്പിൾ റെസിപ്പിയൻസിൻ്റെ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ലിങ്ക് ചെയ്ത് വച്ചിരിക്കുന്ന ആ അഡ്രസ് ലിസ്റ്റിൽ എന്തെല്ലാം ഫീൽഡുകളാണോ ഉള്ളത്, അതായത് ടൈറ്റിൽ ഉണ്ടാവും, ഫസ്റ്റ് നെയിം ഉണ്ടാവും, ലാസ്റ്റ് നെയിം ഉണ്ടാവും, കമ്പനി നെയിം ഉണ്ടാവും, ഈ ഓരോ ഫീൽഡും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഫീൽഡും ആ ഒരു ലെറ്ററിൽ എന്ത് ചെയ്യണം, എനിക്ക് പ്ലേസ് ചെയ്യണം. അതിനായിട്ടുള്ള പരിപാടിയാണ് ഈ ചെയ്യുന്നത്. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിലിങ്സ് ടാബിൽ പോവുക. അവിടെ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. ഈ ഇൻസേർട്ട് മെർജ് ഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു ടാബിന് കീഴെയായിട്ട് വരുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത് അഡ്രസ് ലിസ്റ്റിനകത്ത് എന്തെല്ലാം ഹെഡിങ്സ് ആണോ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം ഫീൽഡുകളാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് വെച്ചത്, അതെല്ലാമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എന്ന് പറയുന്നത് വേർഡിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. കസ്റ്റമൈസേഷൻ ഒന്നും നടത്തിയിട്ടില്ല. ഇതൊന്ന് പഠിച്ചു നോക്കുക. വേർഡിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന ഹെഡിങ്സ് അല്ലെങ്കിൽ അഡ്രസ് ഫീൽഡിൽ വരുന്ന ഹെഡിങ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയുക, ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം, അഡ്രസ് ലൈൻ 1, അഡ്രസ് ലൈൻ 2, സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ്, കൺട്രി ഓർ റീജിയൻ, ഹോം ഫോൺ നമ്പർ, വർക്ക് ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. ഇത്രയും കാര്യങ്ങൾ വേർഡിനകത്ത് ഓൾറെഡി ഉണ്ടാവും. ഇതിൽ നമുക്ക് ഇത്രയൊന്നും ആവശ്യം വരത്തില്ല. നമ്മൾ മെയിൽ മെർജിങ് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത ഫീൽഡുകളൊക്കെ എന്ത് ചെയ്യും, കസ്റ്റമൈസ് കോളംസ് എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ ലെറ്ററിനകത്ത് ഏതെല്ലാം ഫീൽഡുകളാണോ വരേണ്ടത് അവ ഓരോന്നും എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ലെറ്ററിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷനിൽ അല്ലെങ്കിൽ മുകളിൽ സാധാരണ 2 എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈറ്റിൽ വരും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോട്ട് കൊടുക്കും. ഡോട്ട് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഫസ്റ്റ് നെയിം കേട്ടോ. ഫസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഫസ്റ്റ് നെയിം വരും. ദെൻ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ലാസ്റ്റ് നെയിം എന്ത് ചെയ്യുക, കൊടുക്കുക. ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ലാസ്റ്റ് നെയിം കൊടുക്കുക. ഞാനിവിടെ FN എന്നും LN എന്നുമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ കമ്പനി നെയിം അല്ലെങ്കിൽ അഡ്രസ് ലൈൻ വരേണ്ടത് തൊട്ട് താഴെയാണ്. എൻ്റർ കീ അമർത്തുക. കർസർ ഇവിടെ വരും. വന്നതിന് ശേഷം ഇവിടെ അഡ്രസ് ലൈൻ 1 ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ അഡ്രസ് ലൈൻ 1 എന്ന് പറയുന്ന ആ ഒരു ഫീൽഡും ഇവിടെ വരും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ ഫീൽഡുകളും എന്ത് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത പരിപാടി, ആഡ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ആൻഡ് അഡ്രസ്. നെക്സ്റ്റ് റിപ്പീറ്റ് ദ പ്രോസസ് ടു ചൂസ് ഫസ്റ്റ് നെയിം ഫോളോഡ് ബൈ എ സ്പേസ്. Then choose last name and press the enter key to create a new line. Afterward, repeat the steps to select the address field and press the enter key again. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഞാൻ എഴുതി കാണിച്ചല്ലോ. ആ ഒരു സെയിം സ്റ്റെപ്പാണ് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഓരോ ഫീൽഡും ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ രീതിയിലായിരിക്കും ആ ഒരു ഷീറ്റിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത് കേട്ടോ. ഇത്രയും ഭാഗമെന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടി ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ അഡ്രസ് ലിസ്റ്റിനകത്ത് എന്തെല്ലാം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റെസിപ്പിയൻസിന് വേണ്ടിയിട്ട് വരേണ്ടത്, ആ ഓരോ കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കമ്പനി നെയിം, അഡ്രസ് ലൈൻ 1 അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിവ്യൂ ദ മെർജ്ഡ് ലെറ്റേഴ്സ്. നമ്മൾ മെർജ് ചെയ്ത ലെറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യണം, പ്രിവ്യൂ കാണണം. അതിനായിട്ട് എന്താ ചെയ്യേണ്ടത്, ബിഫോർ ക്യാരിങ് ഔട്ട് ദ മെയിൽ മെർജ് പ്രിവ്യൂ ഹൗ ദ മെർജ്ഡ് ലെറ്റേഴ്സ് വിൽ അപ്പിയർ. അതായത് നമുക്ക് ഒരു മെയിൽ മെർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മെർജ് ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണണമല്ലോ. അതിനായിട്ട് നേരെ മെയിലിംഗ്സ് ടാബിൽ പോവുക. ആൻഡ് ഇൻ ദ പ്രിവ്യൂ റിസൾട്ട്സ് ഗ്രൂപ്പ്
ക്ലിക്ക് ദ പ്രിവ്യൂ റിസൾട്ട് ബട്ടൺ ടു സീ ദ മെർജ്ഡ് ഫീൽഡ്സ് ഇൻ ദ ഡോക്യുമെന്റ്. അപ്പോൾ നമുക്ക് മെർജ്ഡ് ഫീൽഡുകളെ കാണുവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? മെയിലിംഗ് ടാബിനകത്ത് തന്നെ പ്രിവ്യൂ റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് പ്രിവ്യൂ റിസൾട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെർജ്ഡ് ഫീൽഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് അതിൻ്റെ പ്രിവ്യൂ കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. ദെൻ നമുക്ക് ആക്ച്വൽ മെയിൽ മെർജിങ്ങിലേക്ക് കടക്കാം. വൺസ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രിവ്യൂമായിട്ട് നമ്മൾ പ്രിവ്യൂ നോക്കി നമുക്കത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ proceed to the mailings tab, go to the finish group and click the finish and merge button, select edit individual documents to carry out the actual mail merge. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മെയിലിംഗ്സ് ടാബിൽ ഫിനിഷ് ആൻഡ് മെർജ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്, അവിടെ ക്ലിക്ക് അടിക്കുക. അപ്പോൾ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും. അതിനകത്ത് എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് സെപ്പറേറ്റ് ലെറ്റേഴ്സ് ഫോർ ഈച്ച് പേഴ്സൺ. ഓരോ റെസിപ്പിയൻസിനും വേണ്ടി സെപ്പറേറ്റ് എന്ത് ചെയ്യണം? അഡ്രസ്സിലേക്ക് ആ ഒരു സെയിം ലെറ്റർ പ്രിന്റ് ആയി വരണം. ഇൻ ദ മെർജ് ടു ന്യൂ ഡോക്യുമെന്റ് പാനൽ, ക്ലിക്ക് ഓൾ ടു ക്രിയേറ്റ് എ സെപ്പറേറ്റ് ലെറ്റർ ഫോർ ഈച്ച് പേഴ്സൺ ഓൺ ദ ലിസ്റ്റ്. Word will generate a new document with as many pages as there are names on your list, and each page will contain the correctly merged letter with the individual letters. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻ കൊടുത്തല്ലോ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മെർജ് ടു ന്യൂ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അവിടെ ഓൾ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് കിടക്കുന്നത്. നിങ്ങളത് മാറ്റുകയൊന്നും വേണ്ട, ഓക്കെ കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? Once the merge is complete, save the new document with an appropriate name such as abc.docx to keep your merged letters organized. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ തൊട്ട് പുറകിലുള്ള ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പിൽ ഓൾ കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ് ലിസ്റ്റിൽ എത്ര റെസിപ്പിയൻസ് ആണോ ഉള്ളത് അത്രയും റെസിപ്പിയൻസിൻ്റെ അഡ്രസ്സിൽ ആ ഒരു സെയിം ലെറ്റർ പ്രത്യേകം പ്രിൻ്റായി സോഫ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് എന്ത് ചെയ്യാം? സേവ് ചെയ്ത് വെക്കാം കേട്ടോ. .docx എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ, അതായത് വേർഡിൻ്റെ ഫോർമാറ്റിൽ സേവ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് എടുക്കുവാനും സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റെസിപ്പിയൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവ ഓരോന്നും ഈ ഒരു ലെറ്റർ എന്ത് ചെയ്യാൻ പറ്റും? എത്തിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ വഴിയാണ് ഒരു മെയിൽ മെർജിങ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പ്രാക്ടിക്കലി കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിൽ ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും എഴുതുവാനായിട്ട് സാധിക്കും. പക്ഷേ ടാക്സ് പേജിലേക്ക് പോകാം നേരെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് മെയിൽ മെർജിങ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും കാണുക. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓരോ ഓപ്ഷൻസും എന്താണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത്രയും സ്റ്റെപ്പുകൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മെയിൽ മെർജിങ്ങുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ എഴുതുവാനായിട്ട് സാധിക്കും. സോ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.